ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. കൊലപാതകം തെളിവ് നശിപ്പിക്കാൻ മുളക് പൊടിയേറ്, വീഡിയോ കോളിൽ ലൈവ് കണ്ടുള്ള ഉറപ്പുവരുത്തൽ. കേട്ടാൽ ഏതൊരാളും പെട്ടെന്നാന്തുന്ന കുറ്റകൃത്യത്തിൽ 13 വയസ്സ് മാത്രം പ്രതിയാകുന്ന കുട്ടി പ്രതിയാകുമ്പോൾ പ്രബുദ്ധ സമൂഹമായ നമ്മൾ കൂടി തലകുനിക്കേണ്ടേ? ബന്ധുഗൃഹങ്ങളിലും ചിൽഡ്രൻസ് ഹോമിലും മാറി മാറി താമസം, മാതാപിതാക്കളുടെ അസാന്നിധ്യം, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്ക്. സംഘർഷഭരിതമായ കുട്ടിക്കാലത്തിൽ ജീവിക്കുന്ന 13-കാരി പ്രതിയായത് അവളെ നേർവഴിക്ക് നടത്താൻ വേണ്ടപ്പെട്ടവരില്ല എന്ന കാരണം കൊണ്ടുകൂടിയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ തിരികെ കൊണ്ടുവന്ന പോലീസോ ഭക്ഷണം കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇടപെട്ട പൊതുപ്രവർത്തകരോ ഇക്കാലം വരെ പഠിപ്പിച്ച അധ്യാപകരോ ആരെങ്കിലും ഒരാൾ ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷേ അവൾ ഇന്ന് ആ ഷെൽട്ടർ ഹോമിൽ ഉണ്ടാകുമായിരുന്നു. ഇത് കേൾക്കുന്ന രക്ഷകർത്താക്കളോടാണ്. പാരന്റിംഗ് നന്നാവേണ്ടത് നമ്മുടെ മക്കളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, സമൂഹത്തിനാകെ ആവശ്യമുള്ളതാണ്. മൂല്യബോധവും വ്യക്തിത്വ വികസനവും സാമൂഹ്യബോധവും സഹാനുഭൂതിയും ധാർമ്മികതയും അറിയേണ്ടത് അറിവ് വെച്ച് തുടങ്ങുന്ന കാലത്താണ്. ചർച്ചയിൽ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ സൗമ്യ മനോജ്, ശ്രീ സുഭാഷ് ബാബു റിട്ടയർഡ് SP, ഡോക്ടർ MN കാരശ്ശേരി സാമൂഹ്യ നിരീക്ഷകൻ, ശ്രീ VK നാഥൻ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരാണുള്ളത്. അത് ഞാൻ ഈ നാട്ടുകാരൻ എന്ന നിലയ്ക്ക് ശ്രീ VK നാഥനിലേക്ക് പോവുകയാണ്. ശ്രീ VK നാഥൻ, ഈ പെൺകുട്ടിയുടെ മുത്തച്ഛനൊപ്പമായിരുന്നു താമസം. മുത്തച്ഛനെയാണ് ഇപ്പോൾ അവിടെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഈ സംഭവവികാസങ്ങൾ അങ്ങേക്കുള്ള അറിവ് എന്താണ്? ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയെ അനുഭവിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിവുള്ളതായിരുന്നു? കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മാത്രമാണ് ഈ കുടുംബം ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിലും കുട്ടി 8ാം ക്ലാസ്സിൽ മാത്രമാണ് കരുവാറ്റ എന്ന് പറയുന്ന ഈ പ്രദേശത്തേക്ക് വരുന്നതും അതിനുശേഷം ഇവിടെ സ്കൂളിൽ അഡ്മിഷൻ എടുത്ത് പഠനം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനിടയ്ക്ക് കുട്ടി കുറച്ച് നാൾക്ക് മുമ്പ് കുറച്ച് സമയങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ കുറച്ച് നാളുകൾ മാത്രമാണ് കരുവാറ്റയിൽ താമസിച്ചിട്ടുള്ളത്. ആ സമയത്തൊക്കെയും കുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളോ നാട്ടുകാർക്കോ അല്ലെങ്കിൽ പരിസരവാസികൾക്കോ ആർക്കും തന്നെ ബോധ്യമുള്ളതല്ല. പക്ഷേ ഈ പറയുന്നത് പോലെ കുട്ടിയുടെ പലതരത്തിലുള്ള സുഹൃത്ത് വലയവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ വന്നു പോകുന്ന കാര്യങ്ങളും ഒക്കെ ഈ പറയുന്ന അയൽവാസികളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ഒരു തരത്തിലുമുള്ള ശല്യമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഇല്ലാത്തതുകൊണ്ട്, ആരും അത്തരത്തിൽ അവരുമായിട്ട് സഹകരണമോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും അവർ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കും വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ കുട്ടിയുടെ ബന്ധു എന്ന് പറയുന്ന മരണപ്പെട്ടു പോയിട്ടുള്ള ശിവൻകുട്ടി, ആ ശിവൻകുട്ടിയാണ് കുട്ടിയെ പല കാര്യങ്ങൾക്കും നിയന്ത്രിച്ചിരുന്നത്, അല്ലെങ്കിൽ അമിത കൂട്ടുകെട്ടിനെയൊക്കെ വിലക്കിയിരുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കുട്ടി ഇടയ്ക്ക് കുറച്ച് നാൾ ഒരു മിസ്സിംഗ് കംപ്ലൈന്റിന്റെ പേരിൽ ഒരു വിഷയം ഉണ്ടായിട്ടുള്ളതായിട്ട് ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ മാത്രമാണ് പ്രദേശവാസികൾ തന്നെ അറിയുന്നത്. ഇടയ്ക്ക് 1 വർഷത്തിന് മുമ്പ് ഈ കുട്ടി ഇവിടെ താമസിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കി സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണം, അത് അവിടുത്തെ പഴയ ഗ്രാമപഞ്ചായത്ത് അംഗത്തിനോട് ഇവിടെ ആരൊക്കെയാണ് താമസിക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിച്ചതായി ഇപ്പോൾ ഈ മരണം അറിഞ്ഞ സമയം അവിടുത്തെ പഴയ ഗ്രാമപഞ്ചായത്ത് അംഗം അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ശരി, ഞാൻ വരാം. ഞാൻ ഒന്ന് ശ്രീ സുഭാഷ് ബാബുവിലേക്ക് പോവുകയാണ്. ശ്രീ സുഭാഷ് ബാബു, പ്രായപൂർത്തിയാക്കാത്ത കുട്ടികളാണ്, പക്ഷേ ഈ ക്രൂരകൃത്യത്തിന്റെ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട്, ആ ക്രൂരകൃത്യത്തിന്റെ ആഴം മനസ്സിലാക്കിക്കൊണ്ട് അവരെ മുതിർന്നവരായി തന്നെ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് ഒരു മുൻ ജഡ്ജി പറയുന്നു. അപ്പോൾ പോലീസും ആ രൂപത്തിലാണ് നാളെ കോടതിയിൽ റിപ്പോർട്ട് നൽകുക എന്ന് പറയുന്നു. അങ്ങനെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായിട്ടാണോ അങ്ങ് ഇതിനെ കാണുന്നത്? അല്ല, വളരെ ഗൗരവതരമായ കുറ്റം കുട്ടികൾ ചെയ്താൽ പോലും ഇപ്പോഴത്തെ നിയമവ്യവസ്ഥയനുസരിച്ച് അവരെ സംബന്ധിച്ച് വളരെ മൃദു സമീപനമാണ് നിയമത്തിലും പോലീസ് നടപടികളും കേസ് അന്വേഷണമായാലും ശരി, റിമാൻഡ് എല്ലാ മേഖലകളിലും ഇപ്പോൾ നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന നിയമാവലി പ്രകാരം ഉള്ള വ്യവസ്ഥകൾ. പക്ഷെ ഇവിടെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂരമായ കൃത്യങ്ങൾ, നമ്മുടെ ഡൽഹിയിൽ ആ കുട്ടിയെ ബസ്സിൽ കൊല ചെയ്തതിന് ശേഷം ജുവനൈൽ ആയിട്ടുള്ള, അതായത് പ്രായപൂർത്തിയാകാത്ത കുറ്റവാളികളായാലും ശരി, ഗൗരവതരമായ ഈ കുറ്റം ചെയ്യുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചുള്ള അവർ മുതിർന്ന പൗരന്മാർക്ക് അനുസൃതമായ രീതിയിൽ വിചാരണ നടത്തുകയും ശിക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞൊരു അഭിപ്രായം വന്നു.
അങ്ങനെ 16 വയസ്സിന് ശേഷം മുകളിലുള്ള ആളുകൾക്ക് അങ്ങനെ ആ കോടതിക്ക് യുക്തമെന്ന് തോന്നുന്നതാണെങ്കിൽ മേൽ കോടതികളുടെയും കൂടെ അനുവാദത്തോട് കൂടിയിട്ട് അങ്ങനെ ചെയ്യാമെന്ന വ്യവസ്ഥ ഇപ്പോൾ ഉണ്ട്. പക്ഷേ അങ്ങനെ വരുന്ന അവസരത്തിൽ ഇതിനെ സംബന്ധിച്ചുള്ള ഈ പെൺകുട്ടി ഒഴിച്ച് ബാക്കിയുള്ള ആളുകൾക്കൊക്കെ അതിൻ്റെ പരിധിയിലേക്ക് അവർ വരുന്നതുകൊണ്ട് നടപടി ഉണ്ടായേക്കാം. പക്ഷേ ഇവിടെയുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 18 വയസ്സ് വരെയുള്ളത് അഖില ലോക സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇന്ത്യയെ മാത്രമല്ലല്ലോ. അതേ സംബന്ധിച്ചിടത്തോളം ബാലാവകാശ നിയമ സംരക്ഷണം എന്ന് പറയുന്ന ഒരു പ്രത്യേക സംവിധാനത്തിൽ നമ്മളും അതിൻ്റെ ഭാഗമായതുകൊണ്ട് ആ നിയമം നമ്മൾ അനുസരിച്ചേ പറ്റുള്ളൂ. അപ്പം കോടതികൾ ശിക്ഷിച്ചാൽ പോലും അതിനെ സംബന്ധിച്ചുള്ള അതിനൊരു മൃദു സമീപനമായിരിക്കും ശിക്ഷയിലും. അതിന് അപ്പീൽ പോയാലും അതുണ്ടാകുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ ഒരു ആവശ്യമാണ്. കാരണം ഇങ്ങനെയുള്ള ഗൗരവതരമായ അല്ലെങ്കിൽ ക്രൂരമായ ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെ വളരെ മൃദുവായിട്ട് കുട്ടി എന്ന പരിഗണന അവർക്ക് അർഹിക്കുന്നില്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള പരിഗണനാർഹമായ സമീപനം ആവശ്യമില്ല എന്ന് പൊതുവെ ഒരു വികാരമുണ്ട്. ആ ഒരു സാമൂഹ്യ വികാരമാണ്. എന്നാൽ എല്ലാവരും അത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എന്തുകൊണ്ടായാലും ശരി, ആ നിയമത്തിന് തകരാറൊന്നുമില്ല. പക്ഷേ ഇത് ചെയ്യണം. ഇതിനൊരു ഡിസ്ക്രിമിനേഷൻ, ഒരു വേർതിരിവ് ഉണ്ടാവണം. കാരണം ഇങ്ങനെയുള്ള കരുതിക്കൂട്ടി ഈ കേസ് മാതിരിയുള്ള ഈ 2 കേസിലും അതുമാതിരിയുള്ള കേസുകളിലാണെങ്കിൽ ഇതേമാതിരി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈ കേസിൻ്റെ മുന്നൊരുക്കങ്ങൾ എന്താണെന്നും അതിനുണ്ടായ ഗൂഢാലോചന എന്താണെന്നും പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിൻ്റെ ഗൗരവം തീരുമാനിക്കുക. ആ ഗൗരവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് മുതിർന്നവർക്കുള്ള രീതിയിലുള്ള ട്രയലും ശിക്ഷയൊക്കെ നൽകുന്നതിന് അനുസരണമായ ഒരു നിയമത്തിലൊരു മാറ്റം തീർച്ചയായിട്ടും നമുക്ക് വേണ്ടതാണ്. അത് ഇന്നത്തെ ഒരു സാമൂഹ്യ നീതിയുടെ ഭാഗമായിട്ട് അത് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ശരി, ഡോക്ടർ സൗമ്യ മനോജ്, ഒരു 13-കാരി ഇങ്ങനെ ചെയ്യുമോ എന്നുള്ള ചോദ്യമാണല്ലോ ഇപ്പോൾ കേരളം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 13-കാരി ഇങ്ങനെ ചെയ്യാൻ ഉണ്ടാക്കിയ സാഹചര്യത്തിൽ ഉത്തരവാദികൾ നിരവധി പേരുണ്ട് എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഒരു അഭയം തേടി ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന ഒരു ബാല്യമാണ് എന്ന് വേണം ആ കുട്ടിയുടെ ജീവിതാവസ്ഥ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിയുന്നത്. ഇപ്പോൾ മുത്തച്ഛനുമായി ബന്ധപ്പെട്ട് ആ പെൺകുട്ടി പറയുന്ന ആരോപണം അത് മുഴുവനായി പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല. പക്ഷേ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ വെച്ച് ഉള്ള അനുമാനത്തിലേക്ക് മാത്രമാണ് പോകാനാവുക. പക്ഷേ ഇതുവരെ കേട്ട കാര്യങ്ങളിൽ ഡോക്ടർക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണ്? എങ്ങനെയാണ് ഈ തരത്തിലുള്ള ഒരു ക്രൂരകൃത്യത്തിലേക്ക്, അതും തനിക്കത് തത്സമയം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുഹൃത്തുക്കളോട് ആ കൊലപാതകം ചിത്രീകരിച്ച് തത്സമയം ആ കുട്ടി കാണുകയാണ്. അങ്ങനെ ഒരു മനോനിലയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ആസ് എ സൈക്കോളജിസ്റ്റ് എനിക്കൊരു ജഡ്ജ്മെന്റൽ ആകാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് ഈ ചോദ്യങ്ങൾക്കുള്ള, ഇപ്പം മാഡം ചോദിച്ച ചോദ്യത്തിന് എല്ലാം ഉള്ള ഉത്തരം എനിക്ക് തൊട്ടു മുമ്പേ സംസാരിച്ചവരിൽ നിന്ന് തന്നെ ഉണ്ട്. കാരണം ഒരു കുഞ്ഞ്, അതായത് ഈ 13 വയസ്സുകാരിയും അവളുടെ ആൺ സുഹൃത്തുക്കളും ഉൾപ്പെടുന്ന ആ ഒരു ഗ്യാങ്, നമ്മൾ 18 വയസ്സിന് താഴെയുള്ളവരെ കുഞ്ഞുങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് ആ കുഞ്ഞ് ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതിന്റെ ആൻസർ ആ തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യങ്ങളിലുണ്ട്. കാരണം ബ്രോക്കൺ ഫാമിലി, ശരിക്കും എനിക്ക് ആ കുട്ടിയെക്കുറിച്ചോ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ആൺ സുഹൃത്തുക്കളെ കുറിച്ചോ വ്യക്തമായി എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് അവരെ കാണണം, അവരെ കേൾക്കണം. പക്ഷേ ഇപ്പോൾ മീഡിയ വഴി അറിഞ്ഞത്, ഇപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഒരു ബ്രോക്കൺ ഫാമിലി ആയിരുന്നു ആ കുഞ്ഞിൻ്റെത്. അതിന്റെ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡ്രോമാസിലൂടെ ആ കുട്ടി കടന്നു പോയിട്ടുണ്ട്. അപ്പം ഇത്തരം ഡ്രോമയിലൂടെ കടന്നു പോയ കുട്ടിക്ക് ഈ ഒരു രീതിയിൽ മാത്രമേ ബിഹേവ് ചെയ്യാൻ പറ്റൂ. കാരണം ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മുന്നിൽ വരുന്ന ഒരു 10 കേസിൽ 1 മാത്രമാണ്. തൊട്ട് വീട്ടിലെ മറ്റു കുടുംബാംഗങ്ങളെ, അതായത് തൊട്ട് അനിയനോ അനിയത്തിയോ ഉണ്ടെങ്കിൽ അവരെ, അച്ഛനെ അമ്മയെ, ഇവരെയൊക്കെ കൊല്ലുന്നത് എങ്ങനെയാണെന്ന് ChatGPTയിലും ജെമിനിയിലും ഒക്കെ പതിവായി തിരക്കുന്ന കുഞ്ഞുങ്ങളെയും കൊണ്ട് നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിനായി വരാറുണ്ട്. വളരെ വ്യക്തമാണ് ഈ ഒരു കാര്യം. ഈ പ്രായത്തിലുള്ള കുട്ടികളോ? 13 വയസ്സ്? അതെ, ഇതേ പ്രായത്തിലുള്ള കുട്ടികൾ, ഒരു 13, അതെ 13, 12, ഒരു 12 വയസ്സുകാരനെ വരെ ഈ അടുത്തിടയ്ക്ക് കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ ഇത്ര ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ എനിക്ക് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാനൊരു ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഞാൻ പറയുകയാണ്, ഇതിനകത്ത് നല്ലൊരു ശതമാനം ഫാമിലി, അതായത് ഈ കുഞ്ഞ് വളർന്നു വരുന്ന സാഹചര്യങ്ങൾക്ക് നല്ലൊരു പങ്കുണ്ട്. കാരണം ഈ കുട്ടിയെ, അതായത് ഒരു കുഞ്ഞല്ല, ഇപ്പം നമ്മളാണെങ്കിലും നമ്മൾ ജനിക്കുന്നത് വെറും ഒരു ബ്ലാങ്ക് പേപ്പർ മാതിരിയാണ്. ആ ബ്ലാങ്ക് പേപ്പറായ കുഞ്ഞിലേക്ക് ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെ ഇൻവോൾവ് ചെയ്യപ്പെടുകയാണ്. അപ്പം ഈ ബ്രോക്കൺ ഫാമിലി എന്ന് പറയുന്ന സമയത്ത്, അതായത് നമ്മുടെ ഇത്തരം പ്രശ്നങ്ങളുമായി വരുന്ന കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ മെജോറിറ്റിയും
ഒരു ബ്രോക്കൺ ഫാമിലിയിൽപ്പെട്ട കുട്ടികളാവും. അവിടെ അവൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും വെന്റിലേറ്റ് ചെയ്യപ്പെടുന്നില്ല. അത് അവൾ ചർച്ച ചെയ്യപ്പെടുന്നത് അവളുടെ അതേ പ്രായത്തിലോ 2-3 വയസ്സിന് വ്യത്യാസമുള്ള ആൺസുഹൃത്തുക്കളോടാണ്. അവരും ശരിയായ ഒരു തീരുമാനം, അതായത് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിലേക്ക് എത്തിക്കാനുള്ള ഒരു മാനസിക പക്വത ഈ കുഞ്ഞുങ്ങൾക്ക് ആർക്കുമില്ല. ശരിക്കും ഒരു 26 വയസ്സായാൽ മാത്രമേ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ആവുള്ളൂ. അതിനിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ കൃത്യമായ ഒരു തീരുമാനമോ അതിന്റെ കോൺസിക്വൻസോ ഒന്നും മനസ്സിലാക്കാനുള്ള പ്രായമില്ലാത്ത കുട്ടികൾ ഇത് ഷെയർ ചെയ്യപ്പെടുന്ന അതേ പ്രായത്തിലുള്ള കുട്ടികളോടാണ്. ഇപ്പോൾ അവൾ വളർന്നു വന്ന സാഹചര്യം അതാണ്. അവൾ പങ്കുവച്ച കുട്ടികൾ അവളോടൊപ്പം അതിന് നിൽക്കണമെങ്കിൽ അവരും ഏതാണ്ട് സമാന ചിന്താഗതിക്കാരായിട്ടാണ്. അപ്പൊ നമ്മൾ ആരെയൊക്കെ കുറ്റം പറയും, ആരുടെയൊക്കെ കുടുംബത്തെ കുറ്റം പറയും? അപ്പോൾ ഇത് ശരിക്കും നമ്മളിവിടെ ചെയ്യേണ്ട ഒരു കാര്യം, കുട്ടികളെ അറിഞ്ഞു പെരുമാറാൻ പല മാതാപിതാക്കൾക്കും പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് അധ്യാപകർ ശിക്ഷണം നിർത്തിയിട്ടാണ്. ഇപ്പം കഠിനമായ ശിക്ഷകൾ കൊടുക്കുന്ന കുട്ടി ഒരുപക്ഷെ സപ്രസ്ഡ് ആവുമായിരിക്കും. ആ കുട്ടിയുടെ ഇമോഷൻസ് ഒന്നും വെന്റിലേറ്റ് ആവുന്നില്ല. അവളോ അല്ല അവനോ അടിയെ പേടിച്ച് കുറച്ച് സമയം അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നതായിട്ട് കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കുഞ്ഞിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ആ കുട്ടിയിൽ തന്നെ നമ്മൾ എത്തുമ്പോൾ അവൾ വളരെ ചൈൽഡ്ഹുഡ് മുതൽ അവളുടെ ബിഹേവിയർ എങ്ങനെയാണ്, അവൾക്ക് എന്തെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ, സ്വഭാവ വൈകല്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നോ, ഫാമിലി അറ്റാച്ച്മെന്റ് എങ്ങനെയാണ്, ആ വീട്ടിൽ ആരോടാണ് അവൾക്ക് അറ്റാച്ച്മെന്റ്, ആരോടാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം, പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കള്ളം പറയുന്ന കുട്ടിയാണോ, ചെറിയ മോഷണ സ്വഭാവം ഉണ്ടായിരുന്ന കുട്ടിയാണോ, ആവശ്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ നിർബന്ധബുദ്ധിയുള്ള കുട്ടിയായിരുന്നോ, ഇതൊക്കെ നമ്മൾ ഒരു കുഞ്ഞിൽ പരിശോധിച്ചാൽ മാത്രമേ എന്തുകൊണ്ട് അവൾ അല്ലെങ്കിൽ അവൾ ഉൾപ്പെടുന്ന അവളുടെ ആ ആൺസുഹൃത്തുക്കൾ ഉൾപ്പെടുന്ന കുട്ടികൾ എന്തുകൊണ്ട് ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തി എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇത് നമ്മളൊരു വലിയ സംഭവമാകുമ്പോൾ എല്ലാം സോഷ്യൽ മീഡിയ ഉൾപ്പെടെ എല്ലാ മീഡിയകളിലും ഇത് വരുമ്പം മാത്രം കുറച്ച് സമയം ചർച്ച ചെയ്യപ്പെട്ടു പോകുന്നു. കുട്ടികൾ അവരുടേതായ, അതായത് ആ അഡോളസൻസ് കൗൺസിലർ എന്നുള്ള നിലയ്ക്ക്, കുഞ്ഞുങ്ങളെ കേൾക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ കൗമാരം അഥവാ അഡോളസൻസ് ഏജ് നമ്മളൊക്കെ ചിന്തിക്കുന്ന അപ്പുറത്തേക്കാണ് അവരുടെ ചിന്താഗതിയും അവരുടെ വ്യാപ്തിയും. നമ്മൾ കാണുന്ന കുഞ്ഞുങ്ങളെ അല്ല. അപ്പോൾ ഇവരെ എങ്ങനെ, അതായത് നമ്മുടെ അടുത്ത് ഇപ്പം മിസ്സിംഗ് കേസ്, ഇപ്പം നേരത്തെ പറഞ്ഞു ഈ കുട്ടി തന്നെ മിസ്സായിട്ടുണ്ടെന്ന്, മിസ്സിംഗ് കേസുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കുഞ്ഞുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ദിവസങ്ങളായി ആ കുഞ്ഞ് മിസ്സായി പോയിട്ട് ചിലപ്പോൾ 1-2 ദിവസം ഫ്രണ്ട്സിന്റെ വീട്ടിലാണെന്ന് പറഞ്ഞ് വീട്ടുകളിൽ നിന്ന് പോവുക. ഇപ്പം ഈ ഏറ്റവും വലിയ ഉദാഹരണം, ഈ 3 ആൺകുട്ടികൾ, അവളെ സഹായിക്കാനായി വന്ന 3 ആൺകുട്ടികൾ വേറൊരു ജില്ലയിൽ നിന്നാണ് ഇവിടേക്ക് വന്നത് ട്രെയിൻ കയറി. ആ വീട്ടിൽ അവരെന്താണ് പറഞ്ഞിട്ട് പോയെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ട് ആ കുട്ടി എവിടെ പോയി, ആ 3 കുട്ടികൾ എവിടെ ആയിരുന്നു എന്നാ വീട്ടുകാർ എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല? ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു വന്നാൽ ഇതിന്റെ എല്ലാം, നമ്മൾ ഈ കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തുമ്പോഴും ഇതിന്റെ എല്ലാം പിറകിൽ അവരിലേക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കുറച്ച് കാര്യമുണ്ട്. ഇപ്പം കുട്ടിയുടെ ഗ്രാൻഡ് ഫാദർ ബാഡ് ടച്ച് ചെയ്തു എന്ന് പറയുന്നു, അതിന്റെ ജെന്യൂനിറ്റി എനിക്ക് അറിയില്ല. പക്ഷേ ഇൻ കേസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ കുട്ടിക്ക് ആ വീട്ടിൽ ആരോടെങ്കിലും വെന്റിലേറ്റ് ചെയ്യപ്പെടാൻ പറ്റിയിട്ടുണ്ടാവില്ല. വലിയ രീതിയിലുള്ള വൈരാഗ്യം ആ കുട്ടിക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ ഡോക്ടർ. ആ വൈരാഗ്യം എന്തുകൊണ്ടുണ്ടാകുന്നു? ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ പ്രശ്നമുണ്ട്, ഈ സുഹൃത്തുക്കളോടുള്ള എതിർപ്പ്, ഇതൊക്കെ ആ മുത്തശ്ശൻ കാണിച്ചിരുന്നു എന്ന് പറയുന്നു. അത് മാത്രമായിരിക്കുമോ കാരണം? ഇപ്പോൾ ഈ പറയുന്ന ആരോപണം എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല. അല്ല, പൊതുവേ നമ്മൾ അഡോളസൻസുമായിട്ട് സംസാരിക്കുമ്പോൾ ഉള്ള കാര്യം, എല്ലാ കുട്ടികളും എന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന കേസിലെ കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പേരന്റിംഗിൽ ആരെയും കാണുന്നത്. അത് പേരന്റിംഗിന്റെ അഭാവമല്ല, കൊടുക്കുന്നതൊന്നും കുഞ്ഞുങ്ങൾക്ക് പോരാ എന്നുള്ളൊരു കണക്കാണ്. ഇപ്പം അവളുടെ തന്നെ ആവശ്യം, സോഷ്യൽ മീഡിയ വഴി ഞാൻ അറിഞ്ഞത് അവൾക്കൊരു ഐഫോൺ വേണം എന്നാണ്. അപ്പം ഈ ഒരു അവരുടെ ആവശ്യങ്ങളിലേക്ക് എത്താൻ ഏത് ലെവൽ വരെ വേഗം പോകും. അതുപോലെ അവരുടെ ആവശ്യങ്ങൾക്കും അവരുടെ ആഗ്രഹങ്ങൾക്കും തടയിടുന്നത് വീട്ടിൽ ആരാണോ അവരാണ് ആ കുട്ടിയെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ, അത് ഞാൻ പുള്ളിയുടെ ആ ഒരു സെക്ഷൻ എന്തെങ്കിലും ഒരു അബ്യൂസ് ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്ക് അറിയില്ല. നോർമലി ഞാൻ 2 സൈഡും പറയുകയാണ്. അങ്ങനെയും ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാവുന്ന കുട്ടികൾ പല ആൺസുഹൃത്തുക്കളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് അച്ഛന്റെയും പിന്നെ ചേട്ടന്റെയും സുഹൃത്തുക്കളുടെയും, അതായത് വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിന്റെ പേര് വരെ പറയുന്ന കൗൺസിലിംഗ് സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതുപോലെ ഒരു റിവഞ്ചിൽ നിന്നുണ്ടായതാണോ എന്ന് അറിയില്ല. ഇനി അങ്ങനെ അഥവാ അങ്ങനെ ഒരു കുട്ടിക്ക് ഏതെങ്കിലും ഒരു ബാഡ് ടച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വെന്റിലേറ്റ് ചെയ്യപ്പെട്ട് പോകാൻ ഒരു സിറ്റുവേഷൻ ആ വീടിനുള്ളിലോ വീടിന് പുറത്തോ ആ കുട്ടിക്ക് കിട്ടിയില്ല. കാരണം അത് ചർച്ച ചെയ്യപ്പെട്ടത് അവരുടെ ആൺ സുഹൃത്തിനോടാണ്. അവളുടെ പ്രായത്തിൽ നിന്ന് 1-2 വയസ്സിന്റെ വ്യത്യാസമുള്ള കുട്ടിക്കും ഇത് മാത്രമേ, അതായത് അതിനൊരു റിവഞ്ചായി കാണാനോ അല്ലെങ്കിൽ എങ്ങനെ കറക്റ്റായി അതിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തണം, നിയമപരമായി പെൺകുട്ടി പറഞ്ഞതായി പറയുന്ന
ഈ പറയുന്ന പരാതി പക്ഷേ ഈ ആൺകുട്ടികളെ മൊഴിയെടുക്കുമ്പോൾ പോലീസിന് അത്തരം കാര്യങ്ങൾ ഈ ആൺ സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് കൂടി അറിയുന്നുണ്ട്. നമുക്കെല്ലാം ഈ പാതിബന്ധ വിവരങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. പക്ഷേ കൊലപാതകം നടന്നിരിക്കുന്ന യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണല്ലോ. ഞാൻ വരാം. ഡോക്ടർ എം എൻ കാരശ്ശേരി, അങ്ങൊരു അധ്യാപകൻ കൂടിയാണല്ലോ. വിദ്യാർത്ഥികൾ പല രൂപത്തിലാണ്. ചിലർ നന്നായി സമ്മതിക്കും, ചിലർ മിണ്ടാതിരിക്കും. ഈ കുട്ടി പൊതുവെ ആരോടും അധികം സംസാരിക്കാത്ത കുട്ടിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അച്ഛനും അമ്മയും പിരിഞ്ഞതാണ്. അതിനുശേഷം അമ്മ മറ്റൊരു വിവാഹം കഴിച്ചു, വിദേശത്താണ് ജോലി ചെയ്യുന്നത്. രണ്ടാമത്തെ വിവാഹത്തിന് ശേഷം അമ്മയ്ക്ക് തന്നോട് അടുപ്പമില്ല എന്ന് കുട്ടിക്ക് തോന്നുകയാണ്. പല തവണയായി പല ബന്ധുവീടുകളിലായി കഴിയേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു അഭയസ്ഥാനം തേടി കുട്ടി അലയുകയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. ഒരു ഘട്ടത്തിൽ ഷെൽട്ടർ ഹോമിലാക്കിയിരുന്നു, അവിടെ നിന്നും ഓടിപ്പോയി എന്ന് പറയുന്നു. ഇപ്പോൾ ഈ മുത്തശ്ശനുമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ സ്കൂളിൽ ചില അധ്യാപകരോട് സൂചിപ്പിച്ചിരുന്നു എന്നുള്ള കഥകളും കേൾക്കുന്നുണ്ട്. പക്ഷേ അത് പരാതിയായി കൊടുക്കാൻ തയ്യാറായില്ല. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ഒരു പരാതി കൊടുത്താൽ ഷെൽട്ടർ ഹോമിലാക്കും. അപ്പോൾ ഷെൽട്ടർ ഹോമിലേക്ക് പോവുക എന്നുള്ളതാണ് ആ കുട്ടിയെ ഒട്ടും ഇഷ്ടപ്പെടാതിരുന്ന, ആശങ്കപ്പെടുത്തുന്ന കാര്യം. അപ്പോൾ ഈ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും എത്രത്തോളം സുരക്ഷിതത്വം നൽകുന്നു എന്നൊരു പ്രശ്നം അവിടെ നിൽക്കുകയാണ്. സ്മൃതി, അങ്ങേയറ്റം അമ്പരപ്പും നാണക്കേടും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത്. ഇതിപ്പോൾ ഇവിടെ വിസ്തരിച്ച് നേരത്തെ എല്ലാവരും പറഞ്ഞ മാതിരി എല്ലാവർക്കും ഇതിൽ കുറേശ്ശെ ഉത്തരവാദിത്വമുണ്ട്. ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ വ്യക്തിബന്ധങ്ങൾ വളരെ കുറഞ്ഞു വരികയാണ്. അധ്യാപക വിദ്യാർത്ഥി ബന്ധം, വീടിനകത്ത് ഭാര്യാഭർത്തൃ ബന്ധം, പിതൃപുത്ര ബന്ധം, അതുപോലെ സഹപ്രവർത്തകരുടെ ഇടയ്ക്കുള്ള ബന്ധം, അതെല്ലാം കുറഞ്ഞു വരികയാണ്. നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട തുരുത്തായിട്ട് അതിലൊരു പങ്ക് തീർച്ചയായിട്ടും മൊബൈൽ ഫോണിനുണ്ട്, വേറെ ഒരു പങ്ക് തീർച്ചയായിട്ടും ലഹരികൾക്കുണ്ട്, എല്ലാതരം ലഹരികളും. പിന്നെ ഇത്തരം ക്രൂരതകളൊക്കെ ആഘോഷമാക്കുന്ന നമ്മുടെ സിനിമകൾ, സീരിയലുകൾ, പിന്നെ നവമാധ്യമങ്ങളിലെ റീലുകൾ എല്ലാം എന്തൊക്കെ ക്രൂരതയാണ്. അപ്പോൾ ഈ ക്രൂരത, ഈ ചോര കാണുക, ഒരാളുടെ പെടഞ്ഞ് മരിക്കുന്നതോ കഷ്ടപ്പെടുന്നതോ കാണുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം, സാഡിസം എന്ന് പറയുമല്ലോ, ഈ തരത്തിൽ പല മട്ടിൽ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഓർക്കുന്നത്, ഞങ്ങളുടെ അടുത്ത് താമരശ്ശേരിയിൽ 2025 ഫെബ്രുവരിയിൽ നിന്നാണ് എൻ്റെ ഓർമ്മ, 3-4 10ാം തരത്തിൽ പഠിക്കുന്ന കുട്ടികൾ കൂടിയിട്ട് അവരൊരു കൂട്ടുകാരനെ കൊന്നു. ഷഹബാസ് എന്നാണ് അവൻ്റെ പേര്, ഞാൻ ഓർക്കുന്നത്. 2012 ഡൽഹിയിലുണ്ടായ നിർഭയ കേസ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അതിൽ ഏറ്റവും ക്രൂരമായി പെരുമാറിയത് അതിൽ 17 വയസ്സുകാരനാണ്. അങ്ങനെയാണ് 2015 പുതിയൊരു നിയമം വരുന്നത്. അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന ജുവനൈൽ എന്ന് പറയുമല്ലോ, കൗമാരക്കാർ, അവരുടെ ഇടയ്ക്ക് 16-നും 18-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളുടെ വിചാരണ മുതിർന്നവരുടേതുപോലെ ചെയ്യണം എന്നൊരു നിയമം വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇതിലേക്ക് എല്ലാവരും വരി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുടുംബത്തിലുണ്ടാവുന്ന ശൈഥില്യം, പിന്നെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധമില്ലായ്മ, അവിടെ ഇടയ്ക്കുണ്ടാവുന്ന കലഹം, പിന്നെ അധ്യാപകർക്ക് വലിയ റോളുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷേ അധ്യാപകർ ശാസിക്കുന്നതോ ശിക്ഷിക്കുന്നതോ ശകാരിക്കുന്നതോ ഒക്കെ വലിയ പ്രശ്നമാണെന്ന് വന്നാൽ അവർക്ക് നിസ്സഹായത ഉണ്ട് അവർക്ക്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതായത് തുറന്ന് സംസാരിക്കുക. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ സാമാന്യമായി സുഹൃത്തുക്കൾ തമ്മിൽ തന്നെ തുറന്ന് സംസാരിക്കണമെങ്കിൽ ഒരു ലാർജ് ഇട്ടാലേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ മനസ്സ് തുറക്കുക. അതാണിപ്പോൾ ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രശ്നപരിഹാരത്തിൻ്റെയും ഏറ്റവും വലിയ മാർഗം എന്ന് ഞാൻ വിചാരിക്കുന്നത് ഈ മനസ്സ് തുറന്ന് സംസാരിക്കലാണ്. ഇപ്പോൾ നമ്മൾ സൈക്കോളജിസ്റ്റ് എടുത്ത് ചെയ്യുന്നത് അതാണല്ലോ, അത് അങ്ങനെയാണെന്നാണ് മനഃശാസ്ത്രത്തെ പറ്റിയുള്ള എൻ്റെ പരിമിതമായ അറിവ് വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് അച്ഛനോടോ അമ്മയോടോ പിന്നെ അയൽവക്ക ബന്ധങ്ങൾ വളരെ കഷ്ടമാണ്. കോഴിക്കോട് അതിഥി എന്നൊരു ചെറിയ കുട്ടിയെ അച്ഛനും ചെറിയമ്മയും കൂടി കൊന്നു. അതിന് വാർത്ത വരുമ്പോൾ എത്രയോ ദിവസമായിട്ട് ഈ കുട്ടിയുടെ കരച്ചിൽ അയൽക്കാർ കേൾക്കുന്നുണ്ട് എന്ന് അയൽക്കാർ പത്രക്കാരോടും പോലീസിനോടും പറയുന്നുണ്ട്. ഒരു അയൽക്കാർ അങ്ങോട്ട് കടന്നു നോക്കിയിട്ടില്ല എന്താണ് ഈ കുഞ്ഞിങ്ങനെ കരയുന്നത്. അത് കുഞ്ഞ് മരിച്ചു കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. ഇതുപോലെ ഇപ്പോൾ റോട്ടിൽ പരിക്ക് പറ്റിയ ഒരാൾ കിടക്കുന്നു, 10-20 മിനിറ്റ് ചോര പോയിട്ട് അതിൽ കടന്നു പോകുന്ന യാത്രക്കാരോ വാഹനങ്ങളോ നിർത്താതെ മരിക്കുന്നത് കേരളത്തിലൊരു സാധാരണ കാര്യമായിട്ടുണ്ട്, നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെ. അപ്പം നമുക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധയില്ല. അതിപ്പോൾ നമ്മളെന്ത് അന്വേഷിക്കാനാണ്, നമുക്ക് നമ്മുടെ പണി നോക്കാം എന്ന തരത്തിൽ ഇങ്ങനെ ആളുകളൊക്കെ ഒറ്റപ്പെട്ട തുരുത്തുകളായി മാറുക. അത് കുട്ടികളിലേക്ക് കൂടി വരുന്നു.
അവരിലത് അക്രമവാസനയായിട്ട് വരുന്നു. പൊതുവേ കേരളത്തിൽ അക്രമവാസന വളരുകയാണല്ലോ. മാത്രമല്ല സ്ത്രീകൾക്കിടയിൽ അക്രമവാസന വളരുന്നൊരു കണക്ക് വേറെ ഉണ്ട്. ഇപ്പം ഞാൻ നോക്കിയൊരു കണക്കിൽ 2023 ഇന്ത്യയിൽ ഇത്തരം ക്രിമിനൽ കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ 40,000-ലധികം പേര് കുട്ടികളാണ്. 40,000-ലധികം ഒരു കൊല്ലത്തെ കണക്കാണ് ഈ പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ ഒരുപോലെ ഇപ്പോൾ കേരളം മുഴുവൻ ഒരു വലിയ നഗരമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഗ്രാമീണ അന്തരീക്ഷം എവിടെയാണ്, നഗരാന്തരീക്ഷം എവിടെയെന്ന് പറയാൻ പറ്റില്ല. പിന്നെ എല്ലാ അർത്ഥത്തിലും ഒരു നിസ്സഹായത, ഒറ്റപ്പെടൽ, പിന്നെ ഒന്നിനെപ്പറ്റി ഒരു ബഹുമാനമില്ല, ഭയമില്ല, ഒരു ലജ്ജയില്ല. ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന കുട്ടികളൊക്കെ യാതൊരു കൂസലും കൂടാതെയാണ് പിന്നെ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത്, പോലീസിനോട് സംസാരിക്കുന്നത്, കോടതി സംസാരിക്കുന്നത്. അതിനെന്താ എന്നുള്ള മട്ടില്ല. അവരെന്തെങ്കിലും ഒരു കുറ്റം ചെയ്തു, തെറ്റുപറ്റിപ്പോയി, അബദ്ധമായിപ്പോയി, നിർഭാഗ്യമായിപ്പോയി എന്നൊരു തോന്നലില്ല. അത് ശിക്ഷിക്കപ്പെടുമ്പോഴും ജയിലിലേക്ക് പോകുമ്പോഴും ഒന്നും ഒരു കൂസലുമില്ല. മനസ്സിലാക്കാൻ പറ്റില്ല. മനസ്സാക്ഷി എന്നൊരു സാധനം ഉണ്ട് എന്ന് വിചാരിക്കാൻ പറ്റാത്ത തരത്തിൽ കാര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പം ഗാർഹിക പീഡനം എന്ന് പറയുന്നത് വളരെ വർദ്ധിച്ചിട്ടുണ്ട് കേരളത്തിൽ. നമ്മൾ പറയുമല്ലോ ഡൊമസ്റ്റിക് വയലൻസ്, ഭർത്താവ് ഭാര്യയെ, അച്ഛൻ അമ്മയെ, അല്ലെങ്കിൽ അമ്മായി അപ്പനെ ഒക്കെ. പലപ്പോഴും കേസ് പുറത്തു വരാത്തത് ഇത് മകൻ എന്നെ തല്ലി എന്ന് ഒരച്ഛന് പോലീസിനോടോ അയൽക്കാരോടോ പറയാൻ കൊള്ളില്ല. കാരണം ആ മർദ്ദനം കൊണ്ടുണ്ടായ വേദനയേക്കാൾ വലുതാണ് അതുകൊണ്ട് ആ അവമാനം കൊണ്ടുണ്ടാവുന്ന മാനക്കേട്. അപ്പോൾ ആ മാനക്കേട് സഹിക്കുകയാണ് നല്ലത് എന്ന തരത്തിൽ നമ്മുടെ മുതിർന്ന ആളുകൾ പലരും പല വീടുകളിലും അവമാനിക്കപ്പെടുന്നുണ്ട്, അവഗണിക്കപ്പെടുന്നുണ്ട്, ചിലപ്പോൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ കോഴിക്കോട് ജില്ലയിലുണ്ടായ ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ, സൂക്കടായി കിടക്കുന്ന അമ്മായിയപ്പനെ നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു വീട്ടമ്മ കൊട്ടേഷൻ കൊടുക്കുകയാണ് ഒരു ബംഗാളിക്ക്. അപ്പോൾ അയാൾ കൊന്നു കഴിഞ്ഞിട്ട് അവരേറ്റ പണം കൊടുക്കാത്തത് കൊണ്ട് അയാൾ ഈ വീട്ടമ്മയെ കൊല്ലുമ്പോഴാണ് പോലീസ് പിടിക്കുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ നേരത്തെ അമ്മായിയപ്പൻ മരിച്ചത് രണ്ടുപേരും കൂടി കൊന്നതാണ്, ഇയാൾക്ക് കൊട്ടേഷൻ കൊടുത്തിരുന്നത്. അപ്പോൾ ഭർത്താവിനെ കൊല്ലാൻ ഭാര്യ, ഭാര്യയെ കൊല്ലാൻ ഭർത്താവ്, പിന്നെ കാമുകിന് വിഷം കൊടുക്കുക. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാഷ്ട്രീയത്തിലൊക്കെ ഈ അക്രമവാസന വളരെ വർദ്ധിക്കുന്നു. അക്രമം, ഹിംസ എന്നുള്ളത് ഒരു ശക്തിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രാപ്തിയുടെ, നമ്മുടെ പ്രശ്ന പരിഹാരത്തിൻ്റെ ഒരു മാർഗമാണ് എന്ന തരത്തിൽ സിനിമകൾക്ക് വലിയ പങ്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ പോലീസിനെ തോൽപ്പിക്കുക, ഇപ്പോൾ ദൃശ്യം എന്നുള്ള സിനിമയിൽ കാണുന്ന എന്താ, പോലീസിനെ വെട്ടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിലുള്ള ദൃശ്യമാധ്യമങ്ങളുടെ സ്വാധീനം ഇതിന് വളരെ കൂടുതലാണ്. പിന്നെ എന്നോട് പറഞ്ഞല്ലോ, ഞാൻ അധ്യാപകനാണ്. അധ്യാപകർക്ക് തീർച്ചയായിട്ടും ഇതിൽ വലിയ പങ്കുണ്ട്. അവരെ ഉപദേശിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യേണ്ട പണി രക്ഷകർത്താക്കളെ പോലെ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ അധ്യാപകർക്കാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, ശ്രീ ബിന്ദു കൃഷ്ണയും നമ്മോടൊപ്പം തത്സമയം ടെലിഫോൺ ലൈനുണ്ട്. മിനിസ്റ്റർ, ഇപ്പോൾ ഈ കരുവാറ്റയിലെ കൊലപാതകം, 13കാരിയുടെ കൊലപാതകം എന്നുള്ള വാർത്ത നമ്മളെ ആകെ ഞെട്ടിച്ചതാണ്. ഈ സംഭവത്തിൽ 13കാരി ചെയ്തു എന്നതിനപ്പുറം അതിലേക്കിടയാക്കിയ സാഹചര്യങ്ങൾ ഇതൊക്കെ തന്നെയും ആശങ്കപ്പെടുത്തുന്നതല്ലേ മിനിസ്റ്റർ? തീർച്ചയായും അതെ. ഭീകരമായൊരു സംഭവമായിട്ട് മാത്രമേ നമുക്കിതിനെ വിലയിരുത്താൻ കഴിയുകയുള്ളൂ. പ്രായപൂർത്തിയാകാത്തവരും പോലീസ് അന്വേഷണം നേരിടുകയും അതിനേക്കാൾ പ്രധാനമായിട്ട് സംഭവത്തിന്റെ പശ്ചാത്തലവും ആസൂത്രണവും അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കുടുംബത്തിനുള്ളിലെ തർക്കം എങ്ങനെ ഇത്രയും ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തിലേക്ക് വഴിമാറി എന്നത് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഈ വീട്ടിലേക്ക് കയറാനുള്ള വഴികൾ 13കാരി പറഞ്ഞു കൊടുക്കുകയും സ്വർണം ഇരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കുകയും അങ്ങനെ കുറ്റകൃത്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പങ്കെടുക്കുന്ന ഒരു കൗമാരക്കാരിയുടെ മുഖം തെല്ലൊന്നുമല്ല മലയാളികളെ അലോസരപ്പെടുത്തുന്നത്. ഒരു കുടുംബത്തിലൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുടുംബത്തിന്റെ മാത്രം സന്തോഷമല്ല, ഈ സമൂഹത്തിന്റെ, സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് ആ കുഞ്ഞിനെ നേരായ വഴിക്ക് നയിക്കുക എന്നുള്ളത്. പക്ഷേ ഇത്തരം വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾ, കൊലപാതകങ്ങൾ തീർച്ചയായും നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫോണിന്റെ അമിത ഉപയോഗവും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളെയും രക്ഷകർത്തൃ സ്ഥാനത്ത് നിന്നുകൊണ്ട് അതിനെതിരെ പറഞ്ഞാൽ അടങ്ങാത്ത പകയായി മാറുന്നു എന്നുള്ളത് ഒരു കാരണവശാലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല. കുറെ കൂടി കരുതലോടെ, ജാഗ്രതയോടുകൂടി കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ചും വീട്ടുകാർ മാത്രമല്ല, അധ്യാപകരും സമൂഹത്തിൽ ആ കുഞ്ഞുങ്ങൾ ഇടപഴകുന്ന എല്ലായിടത്തും ആളുകളുടെ ഒരു ശ്രദ്ധ ഉണ്ടാകണം, നിയമവും ഒക്കെ ഉണ്ടാകണം എന്നാണ് ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. തീർച്ചയായും വളരെ ഗൗരവമായി ഈ വിഷയത്തെ
സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് കാണാൻ ആഗ്രഹിക്കുകയും മുന്നോട്ടുള്ള യാത്രയിൽ കുറെ ജാഗ്രതയോടും കരുതലോടും നിലവിലുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. ആ നിയമത്തോടൊപ്പം പ്രതിരോധ പ്രവർത്തനം എന്ന നിലയിൽ കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിന് മുന്തിയ പരിഗണന നൽകിക്കൊണ്ടുള്ള പരിപാടികളും പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. മിനിസ്റ്റർ, ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പെൺകുട്ടിയുടെ കാര്യം നമ്മൾ അറിയുന്നത് ഒരു ബ്രോക്കൺ ഫാമിലിയാണ്. സ്വന്തം വീട്ടിലല്ല, പല ബന്ധുക്കളുടെ വീടുകളിലായിട്ടാണ് പല ഘട്ടങ്ങളിൽ നിന്നത്. ഒരു ഘട്ടത്തിൽ ഷെൽട്ടർ ഹോമിലേക്ക് മാറുന്നുണ്ട്. അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പഠിക്കുന്ന കാലത്ത് തന്നെ സ്കൂൾ അധ്യാപകരോട് ചില സൂചനകൾ, വീട്ടിലെ പ്രശ്നങ്ങൾ ചില സൂചനകൾ കൊടുത്തു എന്ന് പറയുന്നു. അപ്പോൾ ഇത് അതൊരു പരാതിയായി തന്നെ നൽകാൻ കുട്ടി ഭയക്കുകയും ചെയ്യുന്നു. അങ്ങനെ വന്നാൽ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുമെന്നുള്ളതാണ് കുട്ടിയുടെ ആശങ്ക. അപ്പോൾ നമ്മുടെ ഈ ഷെൽട്ടർ ഹോമുകളുടെയൊക്കെ ഒരു അവസ്ഥ കൂടി പരിശോധിക്കേണ്ടതല്ലേ? ഇത്തരം അവസ്ഥകളിൽ നിന്ന് വരുന്ന പെൺകുട്ടികളെ അവിടെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്ന് കൂടി പരിശോധിക്കേണ്ടതല്ലേ? ഇപ്പൊ സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നതിൽ അത് കൂടി വരികയാണല്ലോ. തീർച്ചയായും അതെ, തീർച്ചയായും ആ കുട്ടികളുടെ മാനസിക നില അനുസരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക ആഘാതം ഈ പറയുന്ന ബ്രോക്കൺ ഫാമിലിയുടെ അന്തരീക്ഷത്തിൽ നിന്നോ മറ്റേതെങ്കിലും സാമൂഹ്യ സാഹചര്യത്തിൽ നിന്നോ ഉണ്ടാകുമ്പോൾ അവരുടെ മനസ്സിനെ മനസ്സിലാക്കി വേണം നമ്മൾ അവരെ ഡീൽ ചെയ്യേണ്ടത്, അവരോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടത്. പക്ഷെ പലപ്പോഴും അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഷെൽട്ടർ ഹോമുകളിൽ നിന്ന് കുട്ടികൾ ഓടിപ്പോകാൻ കാരണമാകുന്നു. അക്കാര്യത്തിൽ വകുപ്പ് വളരെ ഗൗരവമായി തന്നെ നിലവിൽ ഇടപെടുന്നുണ്ട്. ഇനി കുറച്ചുകൂടി ഗൗരവത്തോടെ ഈ കേസിന്റെ കൂടി പശ്ചാത്തലത്തിൽ അങ്ങേയറ്റം ഗൗരവത്തോടെ അതുപോലെ തന്നെ ജാഗ്രതയോടും കൂടി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടതാണ്. വേറൊരു കാര്യം കൂടി, ഈ ലഹരി ഉപയോഗിച്ചിരുന്നു, ഈ പറയുന്ന കൂട്ടുപ്രതികളായ കുട്ടികളും ലഹരി ഉപയോഗിക്കുന്നവരാണ്, കുട്ടിക്കും കൊടുത്തിട്ടുണ്ട് പല ഘട്ടങ്ങളിലായി എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുകയാണ്. ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാനൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. പക്ഷേ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കുട്ടികൾക്ക് ഇതെങ്ങനെയാണ് ലഭിക്കുന്നത്, അതിനടിമകളായ കുട്ടികളെ കണ്ടെത്തുക, അത്തരം പരിശോധനകളിലേക്ക് കൂടി പോകേണ്ടതല്ലേ? അതെ, തീർച്ചയായും അതെ. സ്കൂളുകളിലേക്ക് വ്യാപിപ്പിക്കാൻ തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ കൗൺസിലിംഗ്, നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ ഒരു പരാതിയായി പറഞ്ഞാൽ ഷെൽട്ടർ ഹോമിലേക്ക് പോകുമ്പോൾ ഷെൽട്ടർ ഹോമിന്റെ അവസ്ഥയെക്കുറിച്ച് ഭയം, മറിച്ച് ഈ കാര്യങ്ങൾ സൂചന കൊടുത്താൽ കേൾക്കാൻ ആളില്ലാതാകുന്നതും ഒരു തെറ്റ് തന്നെയല്ലേ? സൂചന മാത്രം മതിയല്ലോ. അത് വെച്ച് എന്താണെന്ന് ആ കുഞ്ഞിനോട് ചോദിച്ച് മനസ്സിലാക്കി അതിനാവശ്യമുള്ള സഹായം ചെയ്തു കൊടുത്തിരുന്നുവെങ്കിൽ ഇത്രയും ക്രൂരകൃത്യത്തിലേക്ക് ആ കുഞ്ഞ് പോകില്ലായിരുന്നു. അങ്ങനെ കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. ഈ പറഞ്ഞതുപോലെ അധ്യാപകർക്കുണ്ട്, കുട്ടിയായിട്ട് ഇടപഴകുന്ന എല്ലാവർക്കും ഉണ്ട്, എല്ലാ മുതിർന്നവർക്കും ഉണ്ട്. അത് എല്ലാവരും ആ ഒരു മാനസിക അവസ്ഥയിൽ ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ട്, ശിശു സൗഹൃദമായിട്ട് നമ്മുടെ മനോഭാവത്തെ മാറ്റിയെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വളരെ നന്ദി മിസ്റ്റർ ബിന്ദു കൃഷ്ണ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഈ കൊലപാതകം ഞെട്ടിക്കുന്നതാണ്, അതിൽ സർക്കാരിന്റെ ഭാഗത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. തിരിച്ച് ഞാൻ ശ്രീ നാഥനിലേക്ക് പോകുന്നു. ശ്രീ വി കെ നാഥൻ, ഇപ്പോൾ പെൺകുട്ടിയുടെ, ഞാൻ അറിഞ്ഞ പ്രകാരം പെൺകുട്ടിയുടെ മുത്തശ്ശിയും മുത്തശ്ശനും ഒപ്പമാണ് ഈ പെൺകുട്ടി താമസിച്ചിരുന്നത്. ഈ ഇദ്ദേഹം ഇപ്പോൾ മരിച്ച വ്യക്തി, അദ്ദേഹം ഒരു കൂലിപ്പണിക്ക് പോകുന്ന വ്യക്തിയായിരുന്നു. കുറച്ചു കാലമായി ജോലിക്ക് പോകുന്നില്ല. വീട്ടുജോലിയൊക്കെ ചെയ്തിട്ടാണ് ഈ മുത്തശ്ശി വീട് പുലർത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലാണോ വീട് കഴിഞ്ഞിരുന്നത്? അവിടെ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണമടക്കം മോഷ്ടിച്ചു എന്ന് പറയുന്നത് ഇത് മോഷണ ശ്രമത്തിനിടയിൽ ഇയാൾ കൊല്ലപ്പെട്ടു എന്ന് വരുത്തി തീർക്കാനായിരിക്കുമോ, അതോ ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വാങ്ങാൻ, ബൈക്കും മൊബൈലും ഒക്കെ വാങ്ങാൻ വേണ്ടി ആ സ്വർണം മോഷ്ടിച്ച പണം എടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കുമോ? എന്താണ് നിങ്ങളുടെ ഒരു മനസ്സിലാക്കൽ? അവിടുത്തെ ആ ജീവിതാവസ്ഥ എങ്ങനെയാണ് അവരുടെ? വളരെ സാധാരണപ്പെട്ടൊരു കുടുംബമാണിത്. ഈ കുടുംബത്തിൽ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാവുന്നത് കുട്ടികൾക്ക് വലിയ ആഡംബര ജീവിതവും അല്ലെങ്കിൽ കുട്ടികളുടെ സുഹൃത്തുക്കൾ ആവശ്യപ്പെടുന്നതനുസരിച്ചുള്ള ആഡംബര ജീവിതവും ഒക്കെ ഇവർ ആഗ്രഹിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പണം സൂക്ഷിച്ചിരുന്നെന്നും അല്ലെങ്കിൽ ഇവിടെ സ്വർണം ആഭരണങ്ങൾ ഉണ്ടെന്നും ഒക്കെ മനസ്സിലാക്കി തനിക്ക് ഇപ്പൊ ഐഫോൺ വാങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ തന്റെ സുഹൃത്തുക്കൾക്ക്, ആൺ സുഹൃത്തുക്കൾക്ക് ബൈക്ക് വാങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുന്നു. ഇത്തരത്തിലുള്ള ആഗ്രഹത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇവിടെയുള്ള പണവും സ്വർണവും ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വാങ്ങുക, അതൊക്കെ നേടിയെടുക്കുക എന്നുള്ള അത്യാഗ്രഹം കുട്ടികൾക്ക് ഉണ്ടാവുന്നത്. ഇവിടെ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി പല പല സ്കൂളുകൾ മാറി പഠിക്കുന്ന കുട്ടിയാണ്. പല വീടുകൾ മാറി, ബന്ധു വീടുകളിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീടുകൾ മാറി മാറി താമസിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയെ നിയന്ത്രിക്കുവാനോ, മുൻപ് സൂചിപ്പിച്ചതുപോലെ കുട്ടിയുടെ വീട്ടിലെ അന്തരീക്ഷത്തിൽ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കുട്ടിയുടെ പിതാവ് മാതാവുമായിട്ട് വേർപിരിഞ്ഞ് താമസിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ, അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ നല്ല ആഡംബര ജീവിതം ലഭിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്റെ സുഹൃത്തുക്കളെ ഉപയോഗിച്ച് ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള ആഗ്രഹത്തിന്റെ പേരിലാണ് ഇത്തരം വലിയ കുറ്റകൃത്യത്തിലേക്ക് മാറിയിട്ടുള്ളത്. മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, 13 വയസ്സുകാരിയാണ് ഈ കുട്ടി. നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത മറ്റൊരു കാര്യം, വലിയ തരത്തിലുള്ള ഒരു എന്താണ് പറയുന്നത്, കുട്ടിക്ക് ധൈര്യം എവിടെ നിന്നോ കിട്ടുന്നു.
രാവിലെ 9 മണിക്ക് കുട്ടി അവിടെ എത്തിയത് മുതൽ അന്ന് ഉച്ചയ്ക്ക് ശേഷം കുട്ടി അവിടെ ആ കൊലപാതകം നടന്ന വീടുമായി ബന്ധപ്പെട്ട് നിന്ന സമയം വരെ കുട്ടിക്ക് കിട്ടുന്ന ഒരു ധൈര്യം, താൻ ഒരിക്കലും ഇത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ താനും അല്ലെ തന്റെ പങ്കാളികളും ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് പോലീസിനെയും അല്ലെങ്കിൽ അവിടെയുള്ളവരെയും ബോധ്യപ്പെടുത്താൻ കുട്ടി പല തവണ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കുട്ടി അവിടെ ഒന്നും പരീക്ഷ എഴുതാൻ, ഓണപരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്, കുട്ടി അവിടെ ഒന്നും പരീക്ഷ എഴുതാൻ പോവാൻ പോലീസിനോട് ആവശ്യപ്പെടുന്നു. കുട്ടി തന്നെ പറയുന്നുണ്ട്, ഇവിടെ ഇതിനുള്ളിൽ 6 പവന്റെ സ്വർണമുണ്ട്, ഒരുപക്ഷെ അത് മോഷ്ടാക്കൾ മോഷ്ടിച്ചുകൊണ്ട് പോയതാവാം എന്നൊക്കെ കുട്ടി ഒരു ക്രിയേറ്റഡ് സ്റ്റോറി പ്ലാൻ ചെയ്ത് അത് അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നു. അതുമാത്രമല്ല, ലഹരിയുടെ ഉപയോഗം, ഈ കുട്ടിയും അല്ലെങ്കിൽ കുട്ടിയുടെ ആൺസുഹൃത്തുക്കളും ഒക്കെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ ശനിയാഴ്ച വൈകുന്നേരമാണ് ഈ കൊലപാതകം നടക്കുന്നതെങ്കിൽ അതിനുശേഷമുള്ള 2 ദിവസവും കുട്ടി താമസിച്ചത് എവിടെയെന്നുള്ള കാര്യം മനസ്സിലാക്കണം. കുട്ടിയുടെ മറ്റു ബന്ധുക്കൾ, മാതാവും അല്ലെങ്കിൽ മുത്തശ്ശിയും അടക്കമുള്ള ആളുകൾ ആശുപത്രിയിൽ നിന്നും തിരികെ ഈ നിമിഷം വരെയും വന്നിട്ടില്ല. അവർ തിരികെ വന്നതിന് ശേഷം മാത്രമേ പോലീസ് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കടക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ എന്തൊക്കെ പൊരുത്തക്കേടുകളാണ് അതിനകത്ത് സംഭവിച്ചിട്ടുള്ളത്, കുട്ടിക്ക് ഇതിലേക്ക് എത്തുവാൻ സഹായകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയൊന്ന് കുറച്ചും കൂടി വിശദമായിട്ട് പോലീസിന് അതൊക്കെ ശേഖരിക്കണമെന്നുണ്ടെങ്കിൽ ആശുപത്രിയിൽ ഉള്ളവർ തിരികെ എത്തേണ്ട സാഹചര്യമുണ്ട്. ഒരു കാര്യം ഞാൻ കൃത്യമായി സൂചിപ്പിക്കാം, ഇവിടെയുള്ള പ്രാദേശികവാസി അല്ലെങ്കിൽ പ്രദേശത്തുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഈ കുട്ടി ഒരു തരത്തിലും മറ്റുള്ളവരുമായിട്ട് സഹകരണമുള്ള കുട്ടിയോ അല്ലെങ്കിൽ കുട്ടിയുടെ ഫാമിലി മറ്റുള്ളവരുമായിട്ട് അധിക സഹകരണമുള്ളവരോ ഒന്നും അല്ലായിരുന്നു. കുട്ടി ഞായറാഴ്ച വളരെ തന്ത്രപൂർവ്വം, ഈ കൊലപാതകം ശനിയാഴ്ചയാണ് നടന്നതെങ്കിൽ ഞായറാഴ്ച കുട്ടി പല തവണ ഈ വീട്ടിൽ വന്നു പോയിട്ടുണ്ട്. അപ്പോഴും കുട്ടി ചിന്തിക്കുന്നത് ഇത് മറ്റാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി കുട്ടി അവിടെ വരുന്നു, തൊട്ടടുത്ത കടയിൽ നിന്നും ചിപ്സ് വാങ്ങി തിരികെ പോകുന്നു, വീണ്ടും കുട്ടി വരുന്നു. അപ്പോൾ വളരെ എന്താണ് പറയുന്നത്, ഒരു മുതിർന്ന പൗരൻ എങ്ങനെയാണോ ഒരു കാര്യം ആസൂത്രണം ചെയ്യുന്നത് ആ രീതിയിലേക്ക് ആ 13 വയസ്സുകാരിക്ക് ആസൂത്രണം ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നത് തന്നെയാണ് ഇവിടെ ഏറ്റവും നമുക്ക് അത്യന്തം വേദനാജനകമായി മനസ്സിലാക്കേണ്ടത്. കൃത്യമായി വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു. വീട്ടിലേക്ക് നേരെ വരുന്ന വഴി ഒഴിച്ചു നിർത്തി പിറകുവശത്തു കൂടിയുള്ള അല്ലെങ്കിൽ CCTV ഒഴിവാക്കിയുള്ള മറ്റു വീടുകൾ ഒഴിവാക്കിയുള്ള വഴി കൃത്യമായി ഈ ഇത്തരത്തിൽ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു നൽകുന്നു. അത്തരത്തിലൊക്കെ ഇത് വളരെ നമുക്ക് ഈ കുറ്റകൃത്യം നടന്നതിന് അപ്പുറത്ത് ഇതിനെ ആസൂത്രിതമായിട്ട് ഇതിൽ നിന്നും മറികടക്കാനുള്ള ശ്രമങ്ങൾ കുട്ടിയും സുഹൃത്തുക്കളും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെയൊക്കെ വളരെ വേദനാജനകമായിട്ട് തോന്നിപ്പിക്കുന്നത്. ശ്രീ സുഭാഷ് ബാബു, ഇത്തരം ഗുരുതരമായ കൊലപാതക കേസുകളിൽ ഈ ജുവനൈൽ നിയമങ്ങൾ ഈ കുട്ടിക്കും ബാധകമാകില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? സുപ്രീം കോടതിയുടെ ഓർഡർ ഉണ്ട്, മൈനർ ക്യാൻ ബി ട്രൈഡ് ആസ് എൻ അഡൾട്ട് ഇഫ് ക്രൈം ക്വാളിഫൈസ് ആസ് ഹീനിയസ് ഒഫൻസ് എന്ന സുപ്രീം കോടതിയുടെ ഉത്തരവുമുണ്ട്. അതെ, അന്വേഷണത്തിനകത്ത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് ബാധകമല്ല. അന്വേഷണം സാധാരണ തെളിവെടുക്കുന്ന മാതിരി ഉള്ള തെളിവെടുപ്പാണ്. പക്ഷെ അതിൽ പ്രതിയെ നേരിട്ട് ഇവർ കാണരുത് എന്നുള്ള ഒരു പരിരക്ഷ മാത്രമേ അതിനകത്തുള്ളൂ. ബാക്കിയൊക്കെ അന്വേഷണത്തിന്റെ തെളിവ് ശേഖരണത്തിലൊന്നും ഇതിന് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് അവർക്ക് അതിനൊരു സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ അതിനൊരു ലഘൂകരണമൊന്നുമില്ല. അതൊക്കെ കൃത്യമായിട്ട് പോലീസ് ചെയ്യേണ്ടതാണ്. പക്ഷെ അവരെ മറ്റു രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതായത് പോലീസ് ചോദ്യം ചെയ്യലായാലും ശരി, അറസ്റ്റ് ആയാലും റിമാൻഡ് ആയാലും ട്രയൽ ആയാലും ഇതൊക്കെ, അതുപോലെ എസ്കോർട്ട് ആയാലും ഇതിനെ സംബന്ധിച്ചൊക്കെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. അവിടെയൊക്കെ വലിയ പരിഗണനയുണ്ട്. അതേ സംബന്ധിച്ച് അവർക്ക് യാതൊരു രീതിയിലും ആ പോലീസിന്റെ സാന്നിധ്യമോ പോലീസിന്റെ ഇടപെടലോ പോലീസിന്റെ അന്വേഷണത്തിനെ സംബന്ധിച്ച് അവർക്ക് ഭയചകിതമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. അത് ഗുണമോ ദോഷമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അവർ ഏതെങ്കിലും രീതിയിൽ കുറ്റവാളി ഭയപ്പെടണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഒഴിവാക്കി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രായത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്പഭയം ഒരു അനിവാര്യ ഘടകമാണ്. നമ്മളിപ്പം പട്ടം പറത്തുന്നതിന് ശേഷം അതിന് സ്വതന്ത്രമായി വിടുന്നുണ്ട്. അങ്ങനെ വിടണം, കുട്ടികളെയൊക്കെ അങ്ങനെ വിടണമെന്നാണല്ലോ പറയുന്നത്. പക്ഷേ അതനുസരിച്ച് ഏതെങ്കിലും ഒരു അവസരത്തിൽ ഈ ചരട് വലിച്ച് പട്ടത്തിനെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്നത് എന്താണ്? പട്ടം കോപ്പുകുത്തി എവിടെങ്കിലും പോയി വീഴും. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ യുവജനങ്ങളുള്ളത്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നിയന്ത്രണ വിധേയമായിട്ടുള്ള സ്വാതന്ത്ര്യം, അതായത് അത് അനാവശ്യമായിട്ട് സമ്മർദ്ദങ്ങളില്ലാത്ത നിയന്ത്രണം,
അത് ന്യായം സ്നേഹോഷ്മളമായ ഒരു സാഹചര്യം. ഇപ്പം അധ്യാപകർ പ്രൊഫസർ കാരശ്ശേരി അദ്ദേഹം പറയുന്നുണ്ടായി, അധ്യാപകരെ സംബന്ധിച്ച് ഉത്തരവാദിത്വം ഉണ്ട് സാർ, പക്ഷേ അവിടെയുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഒരധ്യാപകനൊന്ന് നോക്കിയാൽ പരാതിയായി. അത് പറഞ്ഞ് പരാതിയായി വരുന്നത് ഇത് ആ രീതിയിലല്ല വരുന്നത്. പരാതി എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു മർദ്ദിക്കാൻ നോക്കി ഭീഷണിപ്പെടുത്തി മറ്റേ രീതിയിലാണ് വരുന്നത്. ശകാരിക്കാൻ പോലും ഇന്ന് അധ്യാപകർ, എനിക്ക് ഒരുപാട് അധ്യാപകരെ പരിചയമുണ്ട്. ഞാനും സ്കൂളിൻ്റെ പ്രദേശം ഇദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ആൾ തന്നെയാണ് ഞാൻ, എന്നെങ്കിൽ തന്നെ എനിക്ക് ഒരുപാട് അധ്യാപകരെ നേരിട്ട് പരിചയമുള്ള. അവരെ സംബന്ധിച്ചിട്ടുള്ള അവർ കണ്ടാൽ കണ്ടില്ലെന്നും കണ്ടാ മിണ്ടണ്ട എന്ന് പറയുന്ന ഒരു പുതിയ ശൈലിയിലാണ് ഇപ്പോൾ അധ്യാപകർ പോണത്. സാറിന് തന്നെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളിതൊക്കെ പലരെയും പറയും. ഇപ്പോൾ രക്ഷിതാക്കളെ സംബന്ധിച്ച് രക്ഷിതാക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന് പറയുന്ന രക്ഷിതാക്കൾ 100 കണക്കിന് നമുക്ക് നേരിട്ടറിയാം. എൻ്റെ അടുത്തൊക്കെ പല പരാതികളും വരാറുണ്ട്. പലപ്പോഴും ആ കുട്ടികളെ തന്നെ ഞാൻ തന്നെ വിളിച്ച് സംസാരിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഒക്കെ പറയാം, അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ പഴയ അവരെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. സ്കൂളുകാർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളെ നേരെയായ രീതിയിൽ ഒരു കുടുംബാന്തരീക്ഷത്തിൽ സംസ്കാരവും അതേമാതിരി അവിടെ ഉണ്ടാകുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾക്കും അനുസരണമായി ആ വീട്ടിൻ്റെ സാമ്പത്തിക സാഹചര്യങ്ങളും ഉൾക്കൊള്ളുന്ന രീതിയിൽ ജീവിച്ചു കൊണ്ടുവരുത്താൻ ഇന്ന് രക്ഷിതാക്കൾക്ക് കഴിയുന്നില്ല. കുട്ടികളെ ഈ സോഷ്യൽ മീഡിയയുടെയും അതേപോലെ തന്നെ മറ്റു റീൽസുകളുടെയും ഒക്കെ സ്വാധീനത്തിനടുത്ത് കുട്ടികളൊക്കെ അവരുടെ കൈവിട്ടു പോവുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ അച്ഛനും അമ്മയ്ക്കോ അല്ലെ മുത്തശ്ശനും മുത്തശ്ശിക്കോ ഒന്നും വിവരമില്ല. ഞങ്ങൾക്ക് മാത്രമേ വിവരമുള്ളൂ. കുറേയൊക്കെ വിവരം അവർക്ക് കൂടുതലുണ്ട്. പക്ഷേ എന്നാൽ തന്നെയും ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ച അനുഭവത്തിലൂടെ പഠിക്കണം എന്നുള്ളത് അവരിലേക്ക് മാറ്റാനും അതനുസരിച്ചിട്ട് അവർ പറയുന്നതല്ല ജീവിതം, അവർ കാണുന്നതാണ് ജീവിതം എന്നല്ലാണ്ട് മുതിർന്നവർ പറയുന്നതോ അധ്യാപകർ പറയുന്നതോ അല്ല ജീവിതം എന്ന് ധരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ട് ഇത് നമ്മൾ എത്ര നിയന്ത്രിക്കാൻ നോക്കിക്കഴിഞ്ഞാലും നമ്മളൊരു പഴയ കുടുംബാന്തരീക്ഷത്തിലേക്ക് ആ സംസ്കാരത്തിലേക്ക് ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്തടത്തോളം കാലം എത്രമാത്രം ഇത് കാര്യക്ഷമമാക്കാൻ പറ്റുമെന്നുള്ള എനിക്ക് സംശയമുണ്ട്. സംവിധാനങ്ങൾക്ക് ഇടപെടുന്നതിന് ഒരുപാട് പരിമിതിയുണ്ട്. പോലീസിനെ സംബന്ധിച്ചുള്ള പോലീസിന് ഇടപെടുന്നുണ്ടെങ്കിലും അത് ചൈൽഡ് ലൈനോ അല്ലെങ്കിൽ അത് കൗൺസിലിങ്ങോ ഏതെങ്കിലും ബന്ധപ്പെട്ട് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള പരാതികൾ പോലീസിന്റെ കാര്യത്തിൽ എത്തിക്കാറില്ല. കാരണം അത് പോലീസ് ഇടപെടൽ വന്നു കഴിഞ്ഞാൽ പോലീസിലേക്ക് കംപ്ലൈന്റ് വന്നാൽ ഇടപെടുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ മുന്നിലുള്ളത്. പക്ഷേ വീടുകളിൽ ആളുകൾ സുരക്ഷിതരാണോ എന്ന് പരിശോധിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ പോലീസ് വന്നാൽ പോലീസ് രക്ഷകരാകുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകാത്തതിന് ഉത്തരവാദിത്വം പോലീസിനുമില്ലേ? അപ്പോൾ നമ്മൾക്കിപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ വീട്ടിനകത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ കുട്ടികളായാലും പോലീസിനെ വിളിച്ചാൽ പോലീസ് പിന്നെ രക്ഷകരായിട്ടാണ് എത്തുന്നത്. അപ്പോൾ അവർക്ക് പൂർണ്ണമായും അവർ വിശ്വസിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് അങ്ങനെയാണോ? പൂർണ്ണമായി അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, ഇവിടെ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പോലീസിൽ പരാതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഭയമാണ്. അവരെന്തായാലും അവരെ ഒഴിവാക്കി നിർത്തിയിട്ട് ബാക്കിയുള്ള സംവിധാനത്തിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അത് ഇങ്ങനെയുള്ള പരാതികൾ ഒരു രീതിയിലും പുറത്തേക്ക് അറിയാൻ ഒരു വീട്ടുകാരും ആഗ്രഹിക്കുന്നില്ല. അവിടെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ് അയൽ വീട്ടിലോ അല്ലെ ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ തന്നെ അറിയുന്നത്. അപ്പോൾ പോലീസിനെ ഇടപെടുത്തുകയാണെങ്കിൽ ഞാൻ പറയുന്നത് പോലീസിന് പോയി ഇടപെടണം, ചോദിക്കുക. ആ സ്ഥലത്ത് ഒരു കമ്മ്യൂണിറ്റി പോലീസിങ് എന്നുള്ള രീതി നമ്മളിപ്പോൾ നടത്തുന്നുണ്ട് ഇതെല്ലാം. അപ്പോൾ ജനമൈത്രി പോലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. അവരൊന്നും അങ്ങനെയുള്ള ഇടപെടൽ നടത്താൻ അവരോടും പറയുന്നില്ല. പക്ഷെ അവർ പോയി അന്വേഷിക്കണമെന്ന് പറയാം. അന്വേഷിച്ച് ആര് പറയാനാണ്? അടുത്തുള്ള വീട്ടുകാർ രഹസ്യമായെങ്കിലും പറയാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കി പോലീസ് പോയി ഇടപെട്ട്. പക്ഷേ പോലീസ് ഇടപെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഈ ഓരോ കുട്ടികളെയും വിളിച്ചുകൊണ്ട് കൗൺസിൽ ചെയ്യാനുള്ള പോലീസിന് സൗകര്യമുണ്ടോ? ഇല്ല. ആകെ 2-3 കൗൺസിലർമാർ അത് പാർട്ട് ടൈമായിട്ട് അവർ പണം പോലും കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സംവിധാനങ്ങളുടെ തകരാറ് ഒരുപാടുണ്ട്. ഇത് കാര്യക്ഷമമായിട്ട് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഏറ്റവും കൂടുതൽ ഇന്ന് ആവശ്യമുള്ളത് കൗൺസിലേഴ്സിനെയാണ്. അതിൻ്റെ ഇടപെടലുള്ള ഇതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള സംവിധാനങ്ങളാണ് വേണ്ടത്. അത് സ്കൂളിൽ നിന്നായാലും ഇപ്പോൾ നേരത്തെ ഈ കുട്ടി തന്നെ അധ്യാപകരോട് പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. അധ്യാപകർ തീർച്ചയായിട്ടും അത് ഇടപെടേണ്ടതായിരുന്നു. അധ്യാപകർ ഇടപെട്ടില്ല എന്നൊരു വീഴ്ച അവരുടെ ഭാഗത്തുണ്ട്. അവരെ സംബന്ധിച്ച് പോലീസിൽ പറയണ്ട. അവരെ സംബന്ധിച്ച് ചൈൽഡ് ലൈനിൽ വിളിച്ച് പറയുക, അല്ലെങ്കിൽ കൗൺസിലേഴ്സ് ഓരോ സ്കൂളിലുണ്ട്, കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പറയുക, ഈ കുട്ടിയെ വിളിച്ച് ചോദിക്കുക, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ആ കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ അല്ല കുട്ടിക്ക് സാന്ത്വനം കൊടുക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചില്ല എന്നുള്ളൊരു വീഴ്ച ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ അതിന് ഉതകുന്ന ഒരു സാഹചര്യം സംജാതമാക്കാൻ പോലീസിന് സാധിക്കേണ്ടതാണ്. സാധിക്കാൽ നമ്മൾ ഭാഗ്യം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഡോക്ടർ കാരശ്ശേരി, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പുതുതലമുറയിൽ ഒരു പ്രതീക്ഷയും വേണ്ട എന്ന രൂപത്തിൽ കാണേണ്ടതൊന്നുമില്ലല്ലോ. കാരണം ഇപ്പോൾ CJP നമ്മൾ കാണുന്ന ഒരു വലിയ മൂവ്മെന്റ് വന്നിരിക്കുന്നത് വിദ്യാർത്ഥികളിൽ നിന്നാണ്. ഉയർന്ന രാഷ്ട്രീയ ബോധവും നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവും കാര്യങ്ങളെക്കുറിച്ചുള്ള ദീർഘദൃഷ്ടിയും ഒക്കെയുള്ള ഒരു വലിയ സമൂഹത്തെ, ഒരു വലിയ യുവതലമുറയുടെ സമൂഹത്തെ നമ്മൾ കാണുകയാണ്. അവർ നടത്തുന്ന പ്രതികരണങ്ങൾ, അവർ ചില വിഷയങ്ങളിൽ എടുക്കുന്ന സമീപനം എത്രത്തോളം പക്വതയോടുകൂടിയാണെന്ന് നമ്മൾ കാണുകയാണ്. ഇവരൊക്കെ തന്നെയും വലിയ സാമ്പത്തികമായ ചുറ്റുപാടിൽ നിന്നും വന്നവരൊന്നുമല്ല. അവരുടെ സാഹചര്യങ്ങളോട് പൊരുതി വന്നവരാണ്.
അപ്പോൾ എല്ലാ തരത്തിലും നമ്മൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം, അത്തരത്തിൽ നിരാശപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ കരുതണോ അങ്ങനെ? ഇല്ല, അങ്ങനെ നിരാശപ്പെടേണ്ട യാതൊരു കാര്യമില്ല. ഇതൊക്കെ നമ്മൾ CJP-യിലൊക്കെ കാണുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾ എത്രമേൽ രാഷ്ട്രീയ ബോധമുള്ളവരാണ്, എത്ര നീതിബോധമുള്ളവരാണെന്നാണ്. ഇപ്പം കേരളത്തിലെ പ്രധാനപ്പെട്ട, അതിപ്പോൾ കേരളത്തെക്കാളധികം കേരളത്തിന് പുറത്താണെന്ന് നമ്മൾ ഈ സമയത്ത് ഓർമ്മിക്കേണ്ടതാണ്. കാരണം നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ പല തരത്തിൽ പാർട്ടി കൂറുകൊണ്ട് പല തരത്തിലുള്ള അടിമത്തം അനുഭവിക്കുമ്പോൾ അതിനൊക്കെ വ്യത്യാസമായിട്ട് വിദ്യാർത്ഥികൾക്ക് പെരുമാറാൻ പറ്റും എന്നിപ്പോൾ ഡൽഹിയിലും ജാർഖണ്ഡിലൊക്കെ അവർ കാണിച്ചു. അല്ല, കഴിഞ്ഞ ദിവസം ഇവിടെയുണ്ടായ ഒരു വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, MA കോളേജ്, കോതമംഗലം MA കോളേജിലും ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ ഒരു വലിയ കൂട്ടായ്മ രംഗത്ത് വരും. അവർ നടത്തിയ പ്രതികരണമൊക്കെ വളരെ ശക്തമായ പ്രതികരണം, ഒടുവിൽ മാനേജ്മെന്റ് കീഴടങ്ങേണ്ടി വന്നു. അപ്പോൾ അതും നമ്മൾ കാണുന്നുണ്ട്, ഈ പറയുന്ന സംഘടനകളുടെ പിൻബലമില്ലാതെ. തീർച്ചയായിട്ടും, അതെ തീർച്ചയായിട്ടും ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾക്ക് ആ രാഷ്ട്രീയ പ്രബുദ്ധതയില്ല. അസംഘടിതരായ കൂട്ടർക്കാണ് ആ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളത്. അപ്പോൾ നമ്മുടെ കേരളത്തിലൊരു പ്രധാന കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പാഠ്യപദ്ധതിയിൽ അഹിംസ, സ്നേഹം, വിനയം തുടങ്ങിയുള്ള മൂല്യങ്ങളെപ്പറ്റി കുട്ടികളെ ബോധവൽക്കരിക്കുന്ന പദ്യഭാഗങ്ങളും ഗദ്യഭാഗങ്ങളും നാടകങ്ങളും ഒക്കെ വേണം. പണ്ട് അതൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴുണ്ടായിരുന്നു, ഞങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോഴുണ്ടായിരുന്നു. അപ്പോൾ അഹിംസ വലിയൊരു മൂല്യമാണ് എന്നോ സ്നേഹം വലിയൊരു കാര്യമാണ് എന്നോ രക്ഷിതാക്കളെയും മുതിർന്നവരെയും അധ്യാപകരെയും ആദരിക്കേണ്ടതാണ് എന്നോ മനുഷ്യരോടും പ്രകൃതിയോടും ജീവജാലങ്ങളോടും സ്നേഹം കാണിക്കേണ്ടതാണ്, കരുണ കാണിക്കേണ്ടതാണ് എന്നോ ഒക്കെ അവരെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം കൂടി പാഠ്യപദ്ധതിക്കുണ്ട്. അത് ഗവൺമെന്റ് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി ഡോക്ടർ സ്വാമിയെ ചുരുക്കി, ഇപ്പോൾ നേരത്തെ പല കുട്ടികളുടെ കാര്യം നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചല്ലോ, ഇവരോടൊക്കെ സംസാരിച്ച് ഇവരുടെ ഒരു നിലപാടും അവരുടെ വിചാരങ്ങളിലുള്ളൊരു മാറ്റമൊക്കെ അത് സാധ്യമായിട്ടുണ്ടോ? അതോ അവർ ഈ പറഞ്ഞ അതേ നിലപാടിൽ തുടരുന്നു, അതിൽ നിരാശപ്പെടുകയാണോ ചെയ്തിട്ടുള്ളത്? തീർച്ചയായും മാഡം, ഞാൻ ആദ്യം പൊതുസമൂഹത്തിന്റെ ഒരു അറിവിലേക്കായി പറയുകയാണ്. നേരത്തെ ഇതിൽ ചർച്ച ചെയ്ത പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, സൂചിപ്പിച്ചൊരു കാര്യം, കുട്ടി പല പ്രാവശ്യം ഇത് സ്കൂളിൽ പറഞ്ഞു, എന്നിട്ടും അവർ അതിനകത്തൊരു തീരുമാനം എടുത്തില്ല എന്ന് പറയുകയുണ്ടായി. പക്ഷെ അത് പൊതുസമൂഹത്തിന്റെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്. 18 വയസ്സിൽ താഴെയുള്ള ഒരു കുഞ്ഞും ഇത്തരം ഏതെങ്കിലും ഒരു അബ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടിയുടെ കൺസേൺ നമുക്ക് ആവശ്യമില്ല. നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് ചൈൽഡ് ലൈനിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി പറയുന്ന ആരുടെ പേരിലും കേസെടുക്കത്തുമില്ല, കുട്ടിയെ വെറുതെ പിടിച്ച് ജുവനൈൽ ഹോമിലോട്ടൊന്നും ആക്കുകയില്ല. വളരെ വ്യക്തമായി പല റൗണ്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും സൈക്കോളജിസ്റ്റുകളും കുട്ടികളെ കൗൺസിലിംഗ് നടത്തി വളരെ വ്യക്തമായി ആ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കുള്ളൂ. അത് ഞാൻ പൊതുസമൂഹത്തിന്റെ അറിവിലേക്കായി പറഞ്ഞതാണ്. പിന്നെ മാഡം ഇപ്പൊ ചോദിച്ച കാര്യം പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അതായത് കൗൺസിലിങ്ങിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. എനിക്കിപ്പം ഈ ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പല കാര്യങ്ങളും എനിക്ക് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം പല കുഞ്ഞുങ്ങളും ഇത് കേൾക്കുന്നവർ അവരുടെ ഐഡന്റിറ്റിക്ക് പ്രോബ്ലം ഉണ്ടാവും, അല്ലെങ്കിൽ അവർ പേഴ്സണലായി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ പുറത്തു പറഞ്ഞു എന്നൊക്കെ പലർക്കും ആ ഒരു ഇത് കാണുന്ന പലർക്കും തോന്നുന്നുണ്ടാവും. അപ്പം എനിക്ക് പല കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഇപ്പം ബിന്ദു മാഡം സൂചിപ്പിച്ചതുപോലെ ജുവനൈൽ ഹോമുകളിലും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലും എല്ലാം വളരെ വ്യക്തമായ രീതിയിൽ, അതായത് വളരെ കൃത്യനിഷ്ഠയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കുട്ടികളെ വളരെ മിടുക്കരാക്കി പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ നമ്മൾ കോടാനുകോടി കുട്ടികളുള്ള ഈ സ്ഥലത്ത് നമ്മൾ ഓരോ കുട്ടിയെയും ഫോക്കസ് ചെയ്യുന്ന, അതായത് സർക്കാർ സംവിധാനം എന്ന് പറയുന്നത് ഒരു ഫൈനൽ സംവിധാനമാണ്. അവിടേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് പലർക്കും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കുട്ടിയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടായാൽ അത് ആദ്യം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഫാമിലിക്കാണ്, അതിനുശേഷം പിന്നുണ്ടാകുന്ന സ്കൂളിനാണ്. അപ്പോൾ ഒരു കുട്ടി, അതായത് 100 കുട്ടിയുള്ള ഒരു ക്ലാസ്സിൽ 60 കുട്ടിയുള്ള ഒരു ക്ലാസ്സിൽ മുഴുവൻ പേരും പ്രശ്നക്കാരാവില്ല. ഒരു 10 പേരോ 15 പേരോ ഉണ്ടാവും. അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാം ടീച്ചേഴ്സിനാകണം. പിന്നെ അതുപോലെ പ്രശ്നമുണ്ടായി അത് അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോൾ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് കുട്ടിയെ കൊണ്ടൊന്ന് മുന്നിലിരുത്തി അതിനെ വെന്റിലേറ്റ് ചെയ്യിക്കുകയാണ് പലയിടത്തും നടക്കുന്നത്. പക്ഷേ സംഭവങ്ങൾ, അതായത് കുട്ടി ഒരു മാറ്റം, ഡ്രഗ്, അതായത് ഞാൻ എൻ്റെ കൗൺസിലിംഗ് അനുഭവത്തിൽ പല കുട്ടികളും പറയുന്നുണ്ട്, പെൺകുട്ടികൾ ഉൾപ്പെടെ വീട്ടിൽ മുതിർന്ന ആൾക്കാർ വെച്ചിരിക്കുന്ന മദ്യം അവരുടെ വാട്ടർ ബോട്ടിൽ ഡൈലൂട്ട് ചെയ്ത് കൊണ്ടുപോയി അവരുടെ ഇന്റർവെൽ സമയത്ത് ലഞ്ച് ടൈമിലും കുടിച്ചിട്ടിരുന്ന് ക്ലാസ്സിലിരിക്കുന്ന 8ാം ക്ലാസ്സുകാരെയും 9ാം ക്ലാസ്സുകാരെയും എനിക്കറിയാം. അപ്പോൾ ഈ രീതിയിലേക്ക് ഒരു കുട്ടി ക്ലാസ്സിൽ അവരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ അത് സ്കൂളിൽ ടീച്ചേഴ്സിനും, അതുപോലെ ഇതൊക്കെ ഈ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ച് വീട്ടിൽ വന്നാൽ ഉണ്ടാകുന്ന ഒരു അഗ്രസീവ് നേച്ചർ മനസ്സിലാക്കാൻ പേരൻസിനും സമയത്ത് പറ്റിയാൽ
നമുക്ക് ഇത്തരം വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ തീർച്ചയായും പറ്റും. എല്ലാ സർക്കാർ സംവിധാനങ്ങളും അതിന്റെ അവസാന ഘട്ടത്തിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ശരി, വളരെ നന്ദി ഡോക്ടർ സൗമ്യ മനോജ്. അപ്പോ നമ്മളെ ഇപ്പം ഞാൻ ഉൾപ്പെടുന്ന സൈക്കോളജിസ്റ്റുകൾക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ കേട്ട് എന്താണ് അഡോളസെൻസ് സഞ്ചരിക്കുന്ന മേഖലയെന്ന് മനസ്സിലാക്കി നമ്മുടെ സർക്കാരും ഈ സോഷ്യൽ മീഡിയകളും നിങ്ങൾ ചാനലുകാർ ഉൾപ്പെടെയുള്ള എല്ലാവരും നമ്മളെ എങ്ങനെയാണോ ഒരു COVID-19 ഫേസ് ചെയ്തത്, അല്ലെങ്കിൽ ഇപ്പോൾ തൂഫാൻ എങ്ങനെയാണ് എടുക്കുന്നത്, അതിലും വളരെ കാര്യക്ഷമതയോടുകൂടി മുന്നോട്ട് പോയി ഈ കുട്ടികളെ ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ, അവരുടെ പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ ഇനിയും ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കൂ. തീർച്ചയായും അതീവ ഗുരുതരമായ സാഹചര്യം തന്നെയാണ് നിലവിലുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. വളരെ നന്ദി ഡോക്ടർ സൗമ്യ മനോജ്, ശ്രീ സുഭാഷ് ബാബു, ഡോക്ടർ മൻകാരശ്ശേരി, ശ്രീ വി കെ നാഥൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.